students, welcome back to Bosco Campus Vision. This is the lecture 33 on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. The last class we discussed about the topic of project report. In that we learned meaning of project report, then objectives of a project report. In today's session we are going to discuss the contents of a good project report. The following are the main contents of a project report: general information, promoter, location, land and building, plant and machinery, production process, utilities, transport and communication, raw materials, manpower, products, market, then requirements of working capital, research and development, waste management system. ഈ 15 കണ്ടൻസുകൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും നോക്കാം. സോ ഫസ്റ്റ് കണ്ടന്റ് ഈസ് ജനറൽ ഇൻഫർമേഷൻ. സോ ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ general guidelines that regarding the product profile and product details. ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഫൈലും അടങ്ങുന്നതാണ് ജനറൽ ഗൈഡ് ലൈൻ. അതാണ് ഫസ്റ്റ് വേണ്ടുന്ന കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടൻറ് എന്താണ്? ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്റ്റ് പ്രൊഫൈൽ ആൻഡ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. സെക്കൻഡ് വൺ ഈസ് ദ പ്രൊമോട്ടർ. The project report should contain the name, educational qualification, work experience, project related experience, etc. of the promoter. പ്രൊമോട്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ നെയിം, അദ്ദേഹത്തിന് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കണം രണ്ടാമതുണ്ടായിരിക്കേണ്ടത്. സോ അപ്പം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടൻസ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്: ജനറൽ ഇൻഫർമേഷൻ, സെക്കൻഡ് വണ് പ്രൊമോ. Then next content is about location. Information as to the exact location of the project, whether it is leasehold or freehold, its locational advantages, etc. are to be included in the project report. അപ്പം നമ്മൾ മൂന്നാമത്തെ കാര്യമാണ് ലൊക്കേഷൻ. അതായത് ഈ പ്രോജക്റ്റ് എവിടെയാണ് നിലനിൽക്കാൻ പോകുന്നത്, ആ ഒരു യൂണിറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സ്ഥലം എന്ന് പറയുന്ന ആ യൂണിറ്റ് നിൽക്കുന്ന സ്ഥലം ഫ്രീ ഹോൾഡാണോ ലീസ് ഹോൾഡാണോ, അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ലീസിന് വാടകയ്ക്ക് എടുത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, അതായത് ആ ഒരു ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് എടുത്തത്, അപ്പോൾ ആ ലൊക്കേഷനിൽ എന്ത് വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുക. അതാണ് ലൊക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ഏരിയ, then construction area, type of construction, cost of construction, detailed plan and estimate along with the planned layout, etc. are to be included in the project report. അപ്പം നാലാമത്തെ കാര്യമാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ 4 എണ്ണമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ, പ്രൊമോട്ടർ, തേർഡ് വൺ ലൊക്കേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിങ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കണ്ടന്റ് ഈസ് അബൌട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതായത് ആ ഒരു പ്രോജക്റ്റിൽ എന്തൊക്കെ തരത്തിലുള്ള മെഷീൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ മെഷീൻസിൻ്റെ എല്ലാം കപ്പാസിറ്റി, ദെൻ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്രത്തോളമാണ്, ഓരോ പ്ലാൻസിലും മെഷീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയെക്കുറിച്ച് കൊടുക്കേണ്ടുന്ന ഇൻഫർമേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് ആ ഒരു റിപ്പോർട്ടിനകത്ത്, പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. അതായത് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു എന്തൊക്കെ സിസ്റ്റംസ് അതിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ദാറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, ദെൻ പ്രോസസ് ചാർട്ട്, ടെക്നിക്കൽ നോ ഹൗ, ടെക്നോളജി ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ, ദെൻ പ്രൊഡക്ഷൻ പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങളായിരിക്കണം അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടുന്നത്. അതായത്
എങ്ങനെയാണ് ഒരു പ്രോസസ് ചാർട്ട്, അതായത് ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ പ്രോസസ്സ്, ഇൻപുട്ട് കൊടുക്കുന്നിടം തൊട്ടുന്ന അതിനകത്ത് എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റേജിൽ കൂടിയാണ് ആ ഒരു പ്രോഡക്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് ഏതൊക്കെ സ്റ്റേജിൽ കൂടി പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ചാർട്ട്. ദെൻ ടെക്നോളജിക്കലായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ടെക്നോളജി നമുക്ക് ആൾട്ടർനേറ്റീവ് പകരമായിട്ട് എന്തൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവനായിരിക്കണം പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തേണ്ടുന്നത്. സോ നമ്മളിപ്പം 6 കണ്ടൻസുകളായിട്ടുണ്ട് ഇതുവരെ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ 2 പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊഡക്ഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റീസ്. പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വേണ്ടുന്ന കണ്ടൻസുകളെ കുറിച്ചാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 7th പൊസിഷനിൽ നിൽക്കുന്ന കാര്യമാണ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. അതായത് എന്താണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ വാട്ടർ, കറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇലക്ട്രിസിറ്റിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, അതിൻ്റെ സോഴ്സസ് എവിടെ നിന്നാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റി എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. സോ നെക്സ്റ്റ് കണ്ടന്റ് ഈസ് അബൌട്ട് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഔട്ട്പുട്ട് ആക്കാനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ ആ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, എത്രത്തോളം വേണം, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ദെൻ എങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ആരുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്, ഈ ഒരു റോ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈപ്പ് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മാൻ പവർ എന്ന് പറയുന്നത് വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. സ്കിൽഡ് വർക്കേഴ്സ് എത്രയാണ്, സെമി സ്കിൽഡ് വർക്കേഴ്സ് എത്രയാണ്, ദെൻ എവിടെ നിന്നാണ് നമ്മൾ ഈ മാൻ പവർ നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് സോഴ്സസ് ഓഫ് സപ്ലൈ ഓഫ് മാൻ പവർ, ദെൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്, എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം മാൻ പവർ എന്ന ഹെഡിൽ നമ്മൾ കൊടുക്കേണ്ടുന്നത്. സോ ഇപ്പോൾ നമ്മൾ 10 എണ്ണമായിട്ടുണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വേണ്ടുന്ന കണ്ടൻസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ്, ദെൻ ഓൾട്ടർനേറ്റീവ് റോ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഇത്രയും കാര്യങ്ങൾ റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൊടുക്കണം. ദെൻ മാൻ പവർ എന്ന് പറയുമ്പോൾ അതിൽ സ്കിൽഡായിട്ടുള്ള, സെമി സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ്. നെക്സ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ കൊടുക്കേണ്ടുന്ന ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സുകളെയാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പെപ്സി, കൊക്കക്കോള കമ്പനിയുടെ എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 3500ഓളം പ്രോഡക്റ്റ് മിക്സുകളുണ്ട് അവർക്ക്. അതായത് ആ കൊക്കക്കോള കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് എല്ലാം കൂടി എടുത്താണ് നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു യൂണിറ്റിന് എന്തെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്, അതാണ് പ്രോഡക്റ്റ് മിക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് കൊടുക്കണം. ദെൻ എസ്റ്റിമേറ്റഡ് സെയിൽസ് എത്രയാണ്, സെയിൽസ് എസ്റ്റിമേഷനെ കുറിച്ചിട്ട്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എങ്ങനെയാണ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നിന്നും ഫൈനൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നതിനായിട്ട് എടുക്കുന്ന വിതരണ ശൃംഖലകൾ എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ചിട്ട്, ദെൻ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്നും, ദെൻ പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, എത്ര ഇൻപുട്ട് കൊടുക്കുന്നു തിരിച്ച് നമുക്ക് എത്ര ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ് പ്രോഡക്ട്സിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ 12th one is about മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ദ റിപ്പോർട്ട് ഷുഡ് കവർ പർട്ടിക്കുലേഴ്സ് ടു എൻഡ് യൂസേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ഫൈനൽ കൺസംഷനിലേക്ക്, അതായത് കൺസ്യൂമേഴ്സിലേക്ക് എത്താനായിട്ട് ഏതൊക്കെ മാർക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച്, നാഷണൽ ലെവൽ, ലോക്കൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ മാർക്കറ്റുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട്, ദെൻ ട്രേഡ് പ്രാക്ടീസസ്, ദെൻ സെയിൽസ് പ്രൊമോഷൻ ഡിവൈസസ്,
അതായത് ഈ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാനും സെയിൽസ് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പ്രമോഷണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു മാർക്കറ്റ് എന്ന ഹെഡിനടിയിൽ അണ്ടറിൽ കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് കണ്ടന്റ് ഈസ് അബൌട്ട് റിക്വയർമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. Working capital required sources, need for collateral security, nature and extent of credit facilities offered and available etc. should be given in the project report. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന സോഴ്സസ് ഓഫ് ഫിനാൻസ് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അതിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ, ക്രെഡിറ്റ് നമ്മൾ കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം അതിനകത്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എവിടെ നിന്നൊക്കെയാണ് ഓഫർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ് എവിടെ നിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഇവിടെ നമ്മൾ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് possibility of research and development activities and cost involved for such activities should also be explained in the project report. അതായത് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടുന്ന ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിരിക്കണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് എത്രത്തോളം ആകുന്നു എന്നുള്ള കാര്യം കൂടെ, അതിന് ചിലവാകുന്ന കോസ്റ്റും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം, ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. Waste are unwanted and useless substances resulting from different human and industrial activities. വേസ്റ്റ് എന്തുവാണെന്ന് നമുക്കറിയാം. അതായത് നമുക്ക് ഒരാവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് പല ആക്ടിവിറ്റീസും വഴിയാണ് അത് ഉണ്ടാകുന്നത് തന്നെ. സോ ഈ ഒരു വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള വേസ്റ്റുകൾ പലതരമുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. അതായത് നമ്മുടെ യൂണിറ്റിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേസ്റ്റുകളുണ്ടാകും. അതിൽ തന്നെ സോളിഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും, ലിക്വിഡ് വേസ്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമൊക്കെയാണ് കണ്ടൻസ് ഓഫ് എ ഗുഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഏകദേശം 15 കണ്ടൻസ് ആണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യം.